വൈക്കം നഗരസഭ ബജറ്റ് വൈസ് ചെയർമാൻ പി.ടി. സുഭാഷ് അവതരിപ്പിച്ചു. നഗരസഭയുടെ സമഗ്ര വികസനത്തിലേക്ക് വെളിച്ചം വീശുന്ന പദ്ധതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത്. വൈക്കം നഗരത്തിന്റെ മുഖച്ഛായ മാറ്റുന്ന സമഗ്ര വികസനം ഉറപ്പാക്കുന്ന പദ്ധതികളാണ് നഗരസഭ 2025-26 വർഷത്തെ ബജറ്റിൽ വിഭാവനം ചെയ്യുന്നത്. കാർഷിക മേഖല, അടിസ്ഥാന സൗകര്യ വികസനം, കാർബൺ ന്യൂട്രൽ നഗരം തുടങ്ങി വൈക്കത്തിന്റെ വികസനം ലക്ഷ്യം വെക്കുന്ന പദ്ധതികൾ ഉൾക്കൊള്ളുന്ന ബജറ്റിൽ 50,39,35,744 രൂപ വരവും 47,41,66,510 രൂപ ചിലവും 2,97,69,234 രൂപ നീക്കിയിരിപ്പുമാണ് പ്രതീക്ഷിക്കുന്നത്. ബജറ്റിനെ തുടർന്ന് നടന്ന ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് എസ് ഹരിദാസൻ നായർ, ബി ചന്ദ്രശേഖരൻ, എബ്രഹാം പഴയകടവൻ, അശോകൻ വെള്ളവേലി, കവിത രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. അതുപോലെ തന്നെ നമ്മുടെ പി കൃഷ്ണപിള്ള, വൈക്കം നഗരസഭയുടെ ജനിച്ച് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന പി കൃഷ്ണപിള്ളയ്ക്ക് വേണ്ടിയിട്ട് 1 കോടി രൂപ അവിടെ പ്രതിമ സ്ഥാപിക്കുന്നതിന് വേണ്ടി വച്ചിരുന്നു. അത് ഈ കഴിഞ്ഞ കൗൺസിലിന്റെ അവസാന വർഷമാണ്. അത് ഫോളോ അപ്പ് ചെയ്യാൻ നമ്മുടെ ഈ നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ട്. എവിടെ വരെ ആയിരുന്നു അറിയില്ല. അതും ആ ഓപ്പൺ എയർ സ്റ്റേഡിയത്തിന്റെ അവിടെ തന്നെയാണ് നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. ന്യൂസ് ബ്യൂറോ, വൈക്കം. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.